നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗിനെതിരെ ചന്ദ്രാപിന്നിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തുന്ന വിവാദ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU മധ്യമേഖലാ ജാഥയ്ക്ക് കോരിക്കുഴി കമ്പനിക്കടവ് കടപ്പുറത്ത് സ്വീകരണം നൽകി. കേരള വിശ്വകർമ്മ സഭ ചന്ദ്രാപിന്നി ശാഖ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സംസ്ഥാന സെക്രട്ടറി P. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗിനെതിരെ ചന്ദ്രാപിന്നിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. മന്ത്രി ആര്യാടൻ മുഹമ്മദിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തുന്ന വിവാദ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. യൂത്ത് കോൺഗ്രസ് ചന്ദ്രാപിന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് VA ആഷിഫ്, PD സജീവ്, ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി. കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU മധ്യമേഖലാ ജാഥയ്ക്ക് കോരിക്കുഴി കമ്പനിക്കടവ് കടപ്പുറത്ത് സ്വീകരണം നൽകി. മത്സ്യത്തൊഴിലാളി കടാശ്വാസം വിതരണം ചെയ്യുക, ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, കായൽ മലിനീകരണവും കയ്യേറ്റവും തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 7 മുതൽ 12 വരെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം നടത്തുന്നതിന്റെ പ്രചരണാർത്ഥമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുല്ലുവിള സ്റ്റാൻലി ക്യാപ്റ്റനായി നയിച്ച ജാഥയിൽ MA വിജയൻ, KK രമേശൻ, KV പീതാംബരൻ, രഘുവരൻ, VV അനിത എന്നിവർ ജാഥാംഗങ്ങളായി പങ്കെടുത്തു. സ്വീകരണ സമ്മേളനത്തിൽ PR കറപ്പൻ, CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, VR ബാബു, PC മനോജ്, PA രാമദാസ്, BS ശക്തിധരൻ, NK സുരേഷ്, KM വിജയൻ എന്നിവർ സംസാരിച്ചു. ജാഥാ ക്യാപ്റ്റൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കടലിനെയും കായലിനെയും സംരക്ഷിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളി സമൂഹം നേരിടുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. നമ്മുടെ LDF സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ, ആ പദ്ധതികളൊക്കെയും മരവിപ്പിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തു. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ നടപ്പിലാക്കിയ 5 നിയമങ്ങൾ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിലേറ്റവും അവസാനം പാസാക്കിയ നിയമം കടാശ്വാസ നിയമമായിരുന്നു. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മീൻപിടുത്തക്കാരൻ്റെ മഹാഭൂരിപക്ഷവും ജനിച്ചു വീഴുന്നത് മുതൽ മരിക്കുന്നവരെ കടത്തിലാണ്. ജനിക്കുന്നത് കടത്തിലായിരിക്കും, അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ കടക്കാരായിരിക്കും. അവൻ വളർന്നു വരുമ്പോഴും കടം തന്നെ, ജീവിച്ചിരിക്കുമ്പോഴും കടം തന്നെ, മരിക്കുമ്പോഴും അതെ. അപ്പോൾ നമ്മൾ തീരപ്രദേശത്തുള്ള ആളുകൾ മിക്കവാറും എല്ലാം നല്ല ഈശ്വരവിശ്വാസികളാണ്. അത് പണ്ട് മുതൽ അങ്ങനെയാണ്. ചിലർ ഹിന്ദുക്കളാണ്, ചിലർ ക്രിസ്ത്യാനികളാണ്, ചിലർ ഇസ്ലാം മതത്തിലുള്ളവരാണ്. എല്ലാവരും നല്ല ഭക്തരാണ്. പക്ഷെ എല്ലാ മതങ്ങളും നമ്മുടെ ഈഹലോക ജീവിതത്തിന് ശേഷം മറുലോകത്തിൽ നമുക്കൊരു മോക്ഷം അല്ലെങ്കിൽ ഒരു സ്വർഗരാജ്യം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. അതിനുവേണ്ടി നന്നായി ജീവിക്കുകയും ചെയ്യും. പക്ഷേ ഇഹലോകത്തിൽ, ഈ ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിച്ചില്ലെങ്കിലും ഒരല്പസുഖം കിട്ടണ്ടേ മനസ്സിന്? അത് കിട്ടണമെങ്കിൽ കടം ഒഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടാവണ്ടേ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണ്ടേ. കാളമുറി മദ്രസയ്ക്ക് കീഴിൽ കുടുംബസംഗമം നടത്തി. മദ്രസ ഹാളിൽ നടന്ന പരിപാടി സുലൈമാൻ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. PM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മസ്ജിദ് മുബാറക് ഇമാം മാലിക് വീട്ടിക്കുന്ന്, സെക്രട്ടറി PV ഇബ്രാഹിം, അനസ് നദ്വി, അസൂറ അലി, ജമാൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ആരാധനയോട് ചേർത്ത് പറയുന്ന സംഗതി എന്താണെന്ന് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഏകദൈവത്തെക്കുറിച്ചുള്ള വർത്തമാനം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു
നിന്റെ രക്ഷിതാവ് നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്, നീ അല്ലാഹുവല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, അല്ലാഹുവല്ലാത്ത മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത്, ഏകനായ അല്ലാഹുവിന് മാത്രം ഇബാദത്തിനെ സമർപ്പിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിക്കുകയാണ്. ഏകദൈവത്വത്തിനുള്ള ആഹ്വാനം, ഏകദൈവാരാധനക്കുള്ള ആഹ്വാനം, ഈ ഏകദൈവാരാധനക്കുള്ള ആഹ്വാനത്തിനോട് ചേർത്ത് പറയുന്നതാണ് മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്നാണ്. മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം. അല്ലാഹുവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ, അല്ലാഹുവിനുള്ള ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിവർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോട് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉത്തരമാണത്, നിന്റെ മാതാപിതാക്കളോട്. കയ്പമംഗലം പള്ളിവളവിൽ ഗ്രാമ്യ സാംസ്കാരിക സംഘം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ മത്സരം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ മുൻ പ്രസിഡന്റ് KC പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. വായിക്കാൻ നേരം കിട്ടിയിട്ടില്ല, അതൊരു സത്യം. എന്താണെന്ന് വെച്ചാൽ പുസ്തകം വളരെ വൈകിട്ടാണ് ഞാൻ തന്നെ കൊണ്ടുപോകും. അപ്പോൾ അതിൽ കുറവുണ്ട്, നിങ്ങളുടെ കുറവും ഞങ്ങളുടെ കുറവും. നിങ്ങൾക്ക് വേണ്ടത്ര വായിക്കാനും അതിൽ പരിജ്ഞാനം നേടാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പുസ്തകത്തിലെ ചോദ്യങ്ങൾ എടുക്കും, അതെല്ലാ പുസ്തകവും കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. അല്ല, ഉള്ള കുറവുകൾ ഞങ്ങൾ പറയാം. ഇനി അടുത്ത UP മത്സരത്തിൽ ഇതിന് കൂടുതൽ ആളുകളെ, കുട്ടികളെ നമുക്ക് പങ്കെടുപ്പിക്കാം. ഒരു ലൈബ്രറി അത് 2 മണിക്ക് തുറക്കും. ലൈബ്രറി പ്രസിഡന്റ് KK നാസർ അധ്യക്ഷത വഹിച്ചു. VA അബ്ദുൽ ഗഫൂർ, RMVHS അധ്യാപിക രാജി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലെ UP വിദ്യാലയങ്ങളിൽ നിന്ന് 50-ൽ പരം വിദ്യാർത്ഥികൾ വായനാ മത്സരത്തിൽ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് KC പരമേശ്വരൻ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നോട്ട് പുസ്തകങ്ങളും ചടങ്ങിൽ പ്രോത്സാഹന സമ്മാനമായി വിതരണം ചെയ്തു. തളിക്കുളം പഞ്ചായത്തിൽ അർഹരായ മുഴുവൻ പേർക്കും പെൻഷൻ പദ്ധതി അനുവദിക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് സ്വീകരിച്ചു തുടങ്ങി. 1 മാസം നീണ്ടു നിൽക്കുന്ന ശ്രമദാനം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. അത് മേടിച്ചു തരാനാണ്. പിന്നെ അതുപോലെ തന്നെ പെൻഷൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സൗജന്യമായിട്ട് ഫോം തന്ന് അവർ ഫില്ല് ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും. ഇത് നമ്മുടെ പ്രത്യേകിച്ച് തളിക്കുളം പഞ്ചായത്തിലെ 16 വാർഡുകളിലും യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ ഇറങ്ങി എല്ലാ വീട്ടിലും, അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാ വീടുകളിലേക്കും സൗജന്യമായിട്ട് അപേക്ഷാ ഫോമുകൾ കൊടുത്ത് പൂർണ്ണമായി പെൻഷൻ കൊടുക്കുന്ന ഒരു സംവിധാനവും, അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുടെ നിന്നും അതുപോലെ മുഖ്യമന്ത്രിയുടെയും ചികിത്സാ സഹായത്തിനുള്ള ആവശ്യമായ സഹായം കൊടുക്കുന്നതിനും, അതല്ലാതെ തന്നെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യേണ്ട ചില വീടുകൾ, അതായത് വളരെ പരിതാപകരമായി നിൽക്കുന്ന ചില കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളിലേക്ക് നല്ലവരായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം മേടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ട പ്രവർത്തനമാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുൽഫിക്കറുടെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി ഷഫീഖ് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പെൻഷൻ പദ്ധതി ഫോമുകൾ വീടുകൾ കയറിയിറങ്ങി വിതരണം ചെയ്യുന്നത്. ഇനിയൊരു ഇടവേള.